ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും പൊതുവെ UDFിൻ്റെയും ഒക്കെ തന്നെ പുതുയുഗ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതുയുഗത്തിലേക്ക് കേരളം പിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്ര നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം കുറ്റ്യാടിയിലെത്തിയപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ടായത് നിങ്ങളെല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടിരിക്കും. അത് എന്ന് പറയുന്നത് അവിടെ പ്രമോദ് കക്കട്ടിൽ എന്ന് പറയുന്ന ഒരു DCC സെക്രട്ടറി അദ്ദേഹം നിന്ന് ഈ പറയുന്ന പ്രസംഗിക്കാനുള്ള ആളുകളെയൊക്കെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആദ്യമേ തന്നെ MK രാഘവൻ എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരുടെ പ്രിയ MP ആയിട്ടുള്ള രാഘവേട്ടനെ വിളിച്ചു. രാഘവേട്ടൻ വന്ന് ചുരുങ്ങിയ വാക്കുകൾ സംസാരിച്ചു. അപ്പോൾ അതിനുശേഷം കുറ്റ്യാടിയിലെ മുൻ MLAയും അതുപോലെ വൻ വ്യവസായ പ്രമുഖരും മുസ്ലിം ലീഗ് നേതാവുമായിട്ടുള്ള പാറക്കൽ അബ്ദുള്ളയെയും വിളിച്ചു. അപ്പോൾ അദ്ദേഹവും വന്ന് ചെറിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ അതിന് ശേഷം യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിലിനെ വിളിക്കേണ്ടതായിരുന്നു. കാരണം അദ്ദേഹം അവിടുത്തെ MP ആണ്, അദ്ദേഹത്തെ വിളിക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ ഷാഫിയെ പറമ്പിൽ വിളിക്കുന്നതിന് പകരം പ്രമോദ് കക്കട്ടിൽ മനഃപൂർവ്വം ചെയ്തതാകാൻ സാധ്യതയില്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ഉടനെ തന്നെ VD സതീശൻ എത്തിയാൽ പിന്നെ VD സതീശനെ വിളിക്കുന്നതാണ് പതിവ്. അപ്പോൾ VD സതീശൻ എത്തിയതുകൊണ്ട് ഉടനെ തന്നെ VD സതീശനെ അങ്ങ് വിളിച്ചു. അപ്പോൾ VD സതീശനെ വിളിച്ചതിന് ശേഷം സതീശൻ വേദിയിലെത്തി പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ സൈഡിൽ ചെറിയ ഉന്തും തള്ളും നടക്കുകയായിരുന്നു. കാരണം ആരോ പുറകിൽ നിന്ന് ഷാഫിയെ പ്രസംഗിക്കാൻ വിളിക്കണ്ടേ എന്ന് ചോദിച്ചിരുന്നു. അത് പ്രവീൺ കുമാർ ആണെന്നാണ് എൻ്റെ തോന്നൽ. അപ്പോൾ അദ്ദേഹം അത് ചോദിച്ചു. അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, അദ്ദേഹം DC പ്രസിഡൻ്റാണ്. അദ്ദേഹം ഇത് ഓർപ്പിച്ചപ്പോൾ ഉടനെ തന്നെ ഈ സെക്രട്ടറി വീണ്ടും വിളിക്കാൻ വേണ്ടി പോയപ്പോൾ ഷാഫി വന്ന് എന്ത് ചെയ്തു, കഴുത്തേൽ പിടിച്ച് മാറ്റി. കഴുത്തേൽ പിടിച്ചെന്ന് പറഞ്ഞാൽ അത് അത്ര രൂക്ഷമായ ഒരു കഴുത്തേൽ പിടുത്തമല്ല, പകരം എന്താണ്, വിളിച്ചു കഴിഞ്ഞിട്ടാണോ എന്നെ വിളിക്കുന്നത്, അത് ശരിയല്ല എന്ന് പറഞ്ഞ് ഷാഫി അങ്ങോട്ട് പിടിച്ചു മാറ്റുകയും ഏതാണ്ട് ഇദ്ദേഹത്തിൻ്റെ കഴുത്തേൽ പിടിക്കുന്ന രീതിയിലുള്ള ഒരു പിടുത്തം ഉണ്ടാവുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിനിടയിലൂടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ താഴേക്ക് വീഴുന്നതൊക്കെ നമ്മൾ കാണാം. ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് താഴേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ തമാശകൾ, ചില കുൽസിതങ്ങൾ ഒക്കെ തന്നെ ഈ പരിപാടിക്കുണ്ടായി. ആ പരിപാടിയുടെ ഒരു ഭംഗി കെടുത്തി എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അതാകെ നാണക്കേടായി എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇതിന് ശേഷം യഥാർത്ഥത്തിൽ VD സതീശൻ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു ചെറിയ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ താഴേക്ക് വീണു, ഒരു പ്രധാനപ്പെട്ട മാധ്യമമാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്തത്, നിങ്ങളുടെ വിശ്വാസ്യത പോകില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വിശ്വാസ്യതയൊന്നും പോകില്ല. കാരണം അത് ഏഷ്യാനെറ്റാണ് റിപ്പോർട്ട് ചെയ്തതിൽ ശരിയുണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണുന്ന ആളുകൾക്കെല്ലാം മനസ്സിലാകുന്നത്. പിന്നെ യഥാർത്ഥത്തിൽ ഇത്രയും പറഞ്ഞാൽ മതി. കാരണം അങ്ങനെ വേറൊരാളെ വിളിച്ചതിന് ശേഷം എന്നെ വിളിക്കേണ്ട എന്ന് ഷാഫി പറഞ്ഞു എന്നുള്ളതാണ് ഒരു ന്യായീകരണമായി പറയേണ്ടിയിരുന്നത്. പക്ഷേ VD സതീശൻ പറഞ്ഞത് എന്നെ പ്രസംഗിക്കാൻ വിളിക്കേണ്ട, എനിക്ക് പ്രസംഗിക്കണമെന്നില്ല, മുതിർന്ന ആളുകൾ സംസാരിക്കട്ടെ എന്ന് ഷാഫി പറഞ്ഞു. പക്ഷേ അത് പറ്റില്ല എന്ന് പ്രമോദ് കക്കട്ടിൽ പറയുകയും അപ്പോൾ അദ്ദേഹത്തിനെ പിടിച്ച്, അതായത് അത് വിളിക്കേണ്ട എന്ന് പറഞ്ഞ് സ്നേഹത്തോടു കൂടി വിളിക്കുകയുമാണ് ചെയ്തത് എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട DCC പ്രസിഡൻ്റായിട്ടുള്ള പ്രവീൺ കുമാർ ഇതിനെ വിശേഷിപ്പിച്ചത് സ്നേഹത്തള്ളുകൾ എന്നുള്ളതാണ്. ആ സ്നേഹത്തള്ള് എന്നുള്ളത് യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യമാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പറഞ്ഞത്. അല്ലാതെ വലിയ രൂക്ഷമായിട്ടോ വലിയ തോതിലുള്ള ഒരു പ്രശ്നമായിട്ടോ ഒന്നും ഇതിനെ കാണേണ്ടതില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത്രയും കൊണ്ടത് അവസാനിച്ചു എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം. കാരണം ഇതിനേക്കാൾ വലിയ പല രംഗങ്ങളുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം വേദിയിൽ തകർന്നു വീഴുന്നത് നമ്മൾ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ ബിട്ട എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, അദ്ദേഹത്തിന് ഒരു കാല് നഷ്ടപ്പെട്ട ഒരാളാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു പ്രകടനത്തിൽ പങ്കെടുക്കുമ്പോൾ മുമ്പിൽ നിൽക്കാനുള്ള ഒരു തള്ളു കാരണം അദ്ദേഹം താഴേക്ക് വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കൂടാതെ നമുക്കറിയാം DCC ഓഫീസ് ഉദ്ഘാടനം ചെയ്തപ്പോൾ KC അബു വളരെ ഈ പറഞ്ഞ സ്ട്രോങ് ആയി നിൽക്കുകയും ബാക്കിയുള്ള ആളുകൾ ഫ്രണ്ടിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം VD സതീശനും K സുധാകരനും ഉണ്ടായിരുന്നപ്പോൾ K സുധാകരൻ ഈ സതീശൻ എവിടെ പോയി കിടക്കുകയാണ് എന്ന് ചോദിച്ചുകൊണ്ട് എന്ന് പറയുന്നതൊക്കെ നമ്മളെല്ലാവരും കേട്ടതാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ പ്രശ്നമൊന്നുമായിട്ട് ഇതിനെ എടുക്കേണ്ടതില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കോൺഗ്രസ് സംസ്കാരത്തിൽ എപ്പോഴും തന്നെ ക്യാമറകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നേതാക്കന്മാരൊക്കെ വരുമ്പോൾ അവരോടൊപ്പം നിൽക്കുകയും അവരോട് ചേർന്ന് നിൽക്കുകയും അവരുടെ സംസാരിക്കാൻ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഉന്തും തള്ളുമൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ട്. കാരണം അങ്ങനെ ഉന്തി നിന്നാൽ മാത്രം സ്പേസ് കിട്ടുന്ന ഒരു സംവിധാനമാണ് കോൺഗ്രസിൻ്റേത് എന്നുള്ളത് ആളുകളൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഇടിച്ചു കയറലുകൾ, തള്ളി നിൽക്കലുകൾ, സ്നേഹത്തള്ളലുകൾ, സ്നേഹ ഉന്തലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും അതിനും അപ്പുറത്തേക്ക് ഇനി സ്നേഹം കൂടിയാൽ മാത്രമേ നമ്മൾ സങ്കടപ്പെടേണ്ടതുള്ളൂ. തൽക്കാലം ഇതത്ര വലിയ പ്രശ്നമാക്കി എടുക്കേണ്ടതില്ല. കാരണം ഇത് വലിയ തോതിൽ VD സതീശൻ്റെ യാത്രയുടെ ശോഭ കെടുത്താനും തീർച്ചയായിട്ടും CPM-ഉം അതിൻ്റെ സൈബർ അണികളും ഒക്കെ തന്നെ ഇത് വലിയ തോതിൽ പ്രചരണായുധമാക്കുന്നുണ്ട്. വലിയ പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, AI വീഡിയോസ് വന്നിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ പുറത്ത് തന്നെ നിരവധി കമൻറ്റുകൾ അടങ്ങുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്നേഹത്തള്ളൽ വലിയ തോതിലുള്ള ഒരു പ്രശ്നമായി ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള സ്നേഹത്തള്ളലുകൾ ഉണ്ടാകാതിരിക്കട്ടെ. കൂടാതെ
ഇത്തരത്തിലുള്ള ഈ സ്നേഹത്തായി ഇനി കൂട്ടേടിയും ഒക്കെ തന്നെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി ഉണ്ടാകുന്നത് രാഷ്ട്രീയത്തിൽ നല്ലതാണ്. കാരണം ചെറിയ തമാശകളും ചെറിയ തരത്തിലുള്ള പരിഭവങ്ങളും ഒക്കെ വേണം. അല്ലാതെ വളരെ ഇരുമ്പുറക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ രാഷ്ട്രീയത്തെ കാണേണ്ടതില്ല. ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുത്താൽ മതി എന്നുള്ളതാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. ഇത്തരം തമാശകൾ കൂടി ഉണ്ടെങ്കിൽ ജീവിതം എന്ത് ചെയ്യും, കുറച്ചുകൂടി സുന്ദരമാകൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.